സുഹൃത്തുക്കളെ, സിനിമാ മേഖലയിൽ പീഡന കഥകൾ ഇങ്ങനെ കേട്ട് കേട്ട് മനമെടുത്തിരിക്കുന്ന സമയത്താണ് ഇപ്പോഴത്തെ ആ മേഖലകളെല്ലാം വിട്ട്, എന്നാൽ ആ മേഖലയുടെ ഒരു ഭാഗമാണെന്ന് പറയാൻ കേട്ടോ. ഈ സിനിമകൾക്കെല്ലാം റിവ്യൂ പറയുന്ന രീതിക്ക് ഈ അടുത്ത കാലത്ത് ഒരു വലിയ വ്യത്യസ്തമായ സംഭവമാണ് വന്നിട്ടുണ്ട്. അത് ആ വ്യത്യസ്തത ഉണ്ടാക്കുകയും ഈ സിനിമാ മേഖലയിൽ റിവ്യൂ പറയുന്ന അവസ്ഥയെ, ആ ഒരു സീരിയസ് ആയിട്ടുള്ള സംഭവത്തെ ഏറ്റവും നാശകോശമാക്കുകയും ചെയ്ത രണ്ട് വ്യക്തികളുണ്ട്. അതിലത്തെ ഒന്ന് ആറാട്ടനാണ്, രണ്ടാമത്തെ ഒരാള് അലൻ ജോസ് പരേര എന്ന് പറയുന്നതാണ്. ഈ രണ്ടു പേർ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറി ചെന്ന് അവരെ കെട്ടിയിട്ട് ബലാത്കാരം ചെയ്തു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കിട്ടുന്നത്. യുവതിയെ വീട്ടിൽ കയറി കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന് പരാതി. സംവിധായകൻ വിനീത്, അലൻ ജോസ് പെരേര, സന്തോഷ് വർക്കി തുടങ്ങിയവർക്കെതിരെയാണ് ഇപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് വലിയ സംശയം ഉണ്ടാവുക, സന്തോഷ് വർക്കി എന്ന് പറയുന്ന ആറാട്ടണ്ണൻ ഇതിലെങ്ങനെ കുടുങ്ങിയെന്നായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ നേച്ചറൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു നല്ല സുഹൃത്തില്ലാത്തതിന് നല്ല പ്രശ്നം അദ്ദേഹത്തിനുണ്ട്. മൈൻഡ് ഇങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെന്ന് കൂടി തോന്നിയിട്ടുണ്ട്. ഒരു നല്ല സൗഹൃദമില്ല, നല്ല സുഹൃത്തുക്കളോട് സംസാരിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഈ ഒറ്റപ്പെട്ട് ജീവിതം നയിക്കുന്ന ചില ആളുകൾക്ക് ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു ചങ്ങാതിയായിട്ടാണ് എനിക്ക് അലൻ ജോസ് പെരേരയെ തോന്നിയിട്ടില്ല. എന്നാൽ അതേ അലൻ ജോസ് പെരേര അല്ല കേട്ടോ, ആറാട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ സന്തോഷ് വർക്കി എന്ന് പറയുന്ന മനുഷ്യൻ. എന്നാൽ അതേസമയം അലൻ ജോസ് പെരേരയ്ക്ക് വേറെ എന്തൊക്കെ പ്രശ്നമാണ്, അത് നല്ല തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയതൊക്കെ പറയില്ലേ, അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് തോന്നിപ്പോകും. എന്തായാലും അത് അവരുടെയൊക്കെ പേഴ്സണൽ ലൈഫും മറ്റുമാണ്, അതിനങ്ങനെ വിളിച്ചു കളയുന്നത്. പക്ഷേ ഇതിനൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആറാട്ടണ്ണിനെതിരെ വന്നിട്ടുള്ള ഈ ഒരു കേസ് ജെന്യൂൻ ആണോ അല്ലയോ എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു കേസ് കുറച്ചു കാലം മുമ്പ് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടന്നിരുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന ഒരു വിവരം. അതിന്റെ ഭാഗമായിട്ട് തപ്പി വെക്കുമ്പോൾ കിട്ടുന്ന ഒന്നാമത്തെ വാർത്ത, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ, ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം ഒരു പ്രസ് അങ്ങനെ സോഷ്യൽ മീഡിയയിലുണ്ട്. ആ ഒരു പരാതി കൊടുത്ത സ്ത്രീ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിന് ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: എന്ന് പറഞ്ഞ ഒരാൾ എന്നെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറയും. അതിൽ ചൂഷണമായിട്ട് എന്നെ ശാരീരികമായിട്ട് യൂസ് ചെയ്യും. എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി വന്ന് എന്നെ സെക്സ്വലി നല്ല രീതിയിൽ ചൂസ് ചെയ്യും. ഞാനത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഭീഷണി മുഴക്കം, കോളുകൾ, പല രീതിയിലുള്ള എന്നെ കൊല്ലുമെന്നുള്ള ഭീഷണി വരെ മുഴക്കി. നിന്നെ കൊന്നു കളയും, ആരും അറിയാത്ത രീതിയിൽ നിന്നെ കൊന്നിട്ടേക്കും. ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആറാട്ടണ്ണൻ്റെ ഗ്രൂപ്പാണ്. ആറാട്ടണ്ണനുണ്ട് ഇതിൻ്റെ അകത്ത്. ഗ്യാങ് എന്ന് പറഞ്ഞാൽ 1-ാം പ്രതി വിനീത്, 2 അലൻ ജോസ്, 2 ബ്രൈറ്റ്, 3 അലൻ ജോസ്, 4 ആറാട്ടണ്ണൻ, 5 അഭിലാഷ്. ഇത് ഇത്രയും ആൾക്കാരാണ് എനിക്കെതിരെ നല്ല രീതിയിൽ കളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ. സുഹൃത്തുക്കളെ, ആറാട്ടണ്ണൻ ഗ്യാങ് എന്നൊക്കെ പറയപ്പെടുന്നത്, ഇങ്ങനെ ഗ്യാങ് എന്നൊക്കെ പറയപ്പെടാൻ മാത്രം എന്തെങ്കിലും ആണോ ആറാട്ടണ്ണൻ എനിക്ക് അറിയില്ല. കാരണം നമ്മളുടെ ഈ ഇത്തരം പീഡന കഥകളുടെ ചിലതൊക്കെ ഭയങ്കര ഫേക്കായിട്ട് മാറുകയും ചിലതൊക്കെ ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ആളുകൾ കേസ് കൊടുക്കുന്ന വിവരങ്ങൾ നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് ഇങ്ങനത്തെ ഒരു കേസ് വരുന്ന സമയത്ത് ഈ ആറാട്ടണ്ണൻ ഗ്യാങ് എന്നൊക്കെ പറയപ്പെടുമ്പോൾ സംതിങ് ഒരു ഭീകരമായിട്ട് നമ്മൾ സിനിമയിലേക്ക് കാണുന്ന പോലെ എന്തോ ഉണ്ട് എന്ന് തോന്നിപ്പോകും. പക്ഷേ അതൊന്നും ഇദ്ദേഹത്തിന് തമ്മിൽ ഇല്ല എന്നും, ഇദ്ദേഹം ഇതിന്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി എന്നും, പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഇതൊരു ഹണി ട്രാപ്പ് പോലെ സംതിങ് ലൈക്ക് എന്തോ നടന്നതാണെന്നും, അതിൽ കാര്യമില്ല എന്നുള്ള അറിഞ്ഞതിന്റെ ഭാഗമായിട്ട് പോലീസ് തന്നെ നമ്മുടെ ആറാട്ടണ്ണനെ വർക്കിയെ വെറുതെ വിട്ടു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ആ കേസ് എവിടെ എത്താത്തതുകൊണ്ട് ഇവർ വീണ്ടും ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ഒരു കേസുകളൊക്കെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സിനിമാക്കാർക്കെതിരെയുള്ള, ആണുങ്ങൾക്കെതിരെയുള്ള ഈ കേസുകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ വീണ്ടും പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നത് കേൾക്കുന്നത്. കുറച്ചു കാലം മുമ്പ് ഇവരിങ്ങനെ സോഷ്യൽ മീഡിയ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരം ഒന്ന് കേൾക്കാം. എടുക്കാൻ കാരണം ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് മുടങ്ങിയിട്ടുള്ള പൈസയുടെ കണക്ക് വരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും വേദനിച്ചാൽ എനിക്കിനി പറ്റില്ല. ഒരുപാട് വേദനകൾ ഞാൻ എൻ്റെ ശരീരത്തിലുണ്ട്. എന്നെ സെക്സിൽ ഏർപ്പെടുത്താന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്ന് കയറിയിട്ട് അവൻ ഗുളിക വാങ്ങിച്ചു തന്നു, പച്ചക്കറി, മീനും എല്ലാ സംഭവവും വാങ്ങിച്ചു തന്നു. ആ ഒരു സങ്കല്പത്തിൽ ഇവൻ, ഞാൻ ചോദിച്ചു എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചതെന്ന് പറഞ്ഞ് വിനീതോട് ചോദിച്ചപ്പോൾ വിനീത് പറഞ്ഞു, നിരഞ്ജനക്ക് ആരും ഇല്ലല്ലോ, ഒരു ഹെൽപ്പ് എന്നെ കൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ, ഇനിയും നല്ലത്, ഇനിയും ഉയർച്ചയിൽ ചിലപ്പോൾ എന്നെ കൊണ്ട് നിരഞ്ജനക്ക് നല്ലത് വരും, അതിന്റെ കഥ പറയാന്ന് പറഞ്ഞ് വന്നതാ. ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് ഫിലിമിനെ സംബന്ധിച്ച് അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ പറയാന്ന് പറഞ്ഞാണ് ആളെന്റെ വീട്ടിൽ വന്ന് കയറിയത്. അപ്പൊ ഞാൻ വിനീതിനോട് പറഞ്ഞു, എന്റെ വീട്ടിൽ ഇരിക്കണ്ട, വിനീത് പൊക്കോളൂ, ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഓണേഴ്സ് ചിലപ്പോൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു, ഇല്ല ഞാൻ ആദ്യം പറഞ്ഞിട്ട് പൊക്കോളാന്ന് പറഞ്ഞു. എന്നിട്ട് ആളെന്റെ വീട്ടിൽ വന്ന് പുള്ളി ഡ്രസ്സ് വരെ ഊരിയിട്ട് എന്റെ ദേഹത്ത് പല രീതിയിലും ചെയ്യാൻ നോക്കി.
ഇനിയും എനിക്ക് പറ്റില്ല. എന്റെ അത്രയും എന്റെ അവസ്ഥ മോശമായതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, കാരണം ഇവന്റെ കീഴിൽ ഒരുപാട് ആൾക്കാർ പോയി പെടുന്നുണ്ട്. അന്ന് എവിടുന്നോ ഒരു ലോഡ്ജിൽ, കാക്കനാട് ഒരു ലോഡ്ജിൽ പോയി കിടന്ന് ഈ റിയൊക്കെ സംഭവിച്ച അതേപോലെയൊക്കെ തന്നെയാണ് എനിക്കും വന്നിരിക്കുന്നത്. റിയ എന്ന് പറഞ്ഞ് ഈ അലൻ ജോസ് പെരേരയോടെ കിടന്ന് കളിച്ച ആ പെൺകുട്ടിയുടെ അതേ സിറ്റുവേഷൻ കഥ തന്നെയാണ് എനിക്കും ഉള്ളത്. ഓക്കെ, എനിക്ക് ചോദിക്കാനും പറയാനും എനിക്ക് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഞാൻ ഒരു ട്രാൻസ്ജെൻഡറിന്റെ അടുത്ത് ഞാൻ പോവാറില്ല. അവരുമായിട്ട് യാതൊരു അടുപ്പവും എനിക്കില്ല. ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ ഒരു സെക്സ് മെന്റാലിറ്റി ആയിട്ട് ഞാൻ ഒരു രീതിയിലും പോയിട്ടില്ല. വളരെ സ്മാർട്ടായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ അലൻ ജോസ് പെരേര എന്ന് പറഞ്ഞവൻ. നമ്പർ 1 ഫ്രോഡാണ് അവൻ. ശരിക്കും യൂസ് ചെയ്യാൻ വേണ്ടി അവൻ ചെറിയ ഈ വട്ടന്മാരെ പോലെ കടന്ന് കളിക്കേണ്ട കാര്യമില്ല. അവനും നല്ല രീതിയിൽ റിവ്യൂ ചെയ്താൽ നല്ല രീതിയിൽ പോവാം. ഇത് എന്നെ വെച്ച് യൂസ് ചെയ്തിട്ട് അവർക്ക് വൈറലാകേണ്ട കാര്യമുണ്ടോ? അതൊരു ട്രാൻസ് വുമണിനെ വെച്ചിട്ട് യൂസ് ചെയ്യേണ്ട കാര്യം അവർക്ക് എന്ത്? അലൻ ജോസ് പെരേര എന്നെ പലവട്ടം കോൾ ചെയ്തിട്ടുണ്ട് ആള്. അത് വാട്സപ്പ് കോളാണ് ചെയ്യുന്നത്. അശ്ലീല കോളുകൾ വിളിച്ചിട്ട് മോശമായിട്ട്, പിന്നെ അവന്റെ ഡ്രസ് എല്ലാം ഊരി മാറ്റിയിട്ട് അവൻ വേറെ രീതിയിലൊക്കെ കടന്ന് കാണിക്കുന്നു. എവിടെ ഞാൻ പരാതി കൊടുക്കേണ്ടത്? ഇതാണ് ഈ കുറച്ചു നാൾക്ക് മുമ്പ് ഈ ഒരു സ്ത്രീ കൊടുത്തിട്ടുള്ള പരാതികളും സോഷ്യൽ മീഡിയയിലും എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം. തീർച്ചയായിട്ടും ഇതിലൊരു യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ അലൻ ജോസ് പെരേര ആയാലും ഏത് മഹാനായാലും കൃത്യമായിട്ടും കേസുമായിട്ട് മുന്നോട്ട് പോവുകയും ഇത്തരക്കാരൊക്കെ പിടിച്ച് അകത്തിടേണ്ട സമയം കഴിഞ്ഞു പോയി. കാരണം ഇവരിങ്ങനെ കുറേ ഭ്രാന്ത് പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുക, ആൾ മുമ്പേക്ക് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ മാന്യമായിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർ അവരെപ്പോലെ അപമാനപ്പെടുത്തുന്ന രീതിയിൽ ഇതൊരു കലയായിട്ട് എടുക്കുകയാണ്. ഈ സ്ത്രീകളുടെ മുമ്പിലേക്ക് എത്താനുള്ള ഇതൊരു ആയുധമായിട്ട് എടുക്കുക. സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ഒരു ആയുധമായിട്ടാണ് ഇവരൊക്കെ എടുക്കുന്നത്. ഇതിൻ്റെ പേരിൽ പല ആൾക്കാരെ എടുത്തേക്ക് എത്തുക, അവരെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുക, അങ്ങനെ ഒരു ഉദ്ദേശത്തിന് പുറത്ത് മാത്രം നടക്കുന്ന ചില ആളുകളുണ്ട്. അത്തരം ആളുകളാണ് ഈ അലൻ ജോസ് പെരേര എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടിയിരുന്നു. ഇതിനൊക്കെ ഒരു ഉത്തരം എന്നതിലേക്ക് അലൻ ജോസ് പെരേര സ്വാഭാവികമായിട്ടുള്ള അത്തരത്തിൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ, ആ ശൈലിയിൽ ഒരു ഉത്തരമായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് കേൾക്കാം. ഫോൺ വിളിച്ചെങ്കിലും സൈബർ സെൽ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതിനകത്ത് നമ്മൾ ഒരാളെ ഒരു ഫോൺ വിളിച്ചെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും എടുത്തു തരാം. ആ നമ്പർ ഇത് വാർത്ത വന്നപ്പോ കേട്ടു. പക്ഷെ ഇത് ഇത്രയും വരുമെന്ന് പക്ഷേ ഇതിന്റെ അത് പറയണേന്ന് വെച്ചാൽ നിങ്ങൾ കെട്ടിയിട്ട് പീഡിപ്പിക്കുമല്ലോ. കെട്ടിയായിട്ട് സമയം കിട്ടുന്നുണ്ട്. ഞാൻ പറയാം, ഇവിടെ കാണാനായിട്ട് പോയിട്ടില്ല. നമ്മള് ഓരോ നിങ്ങൾ റിവ്യൂസ് എടുത്ത് നോക്കി അറിയാം. ഇപ്പൊ റിവ്യൂസിന്റെ സമയത്ത് നിങ്ങൾ ഓരോ ദിവസം പ്രിവിലേജ് വന്ന് ക്യാമറയിലുണ്ടാവും വനിതയിൽ, മനസ്സിലായോ? ബാക്കിയുള്ള ദിവസം വീട്ടിലാണെങ്കിലും വീട്ടിൽ ചോദിച്ചാൽ അറിയാൻ പറ്റും എത്ര ദിവസം ഉണ്ട്. പിന്നെ ഓരോ പ്രോഗ്രാംസ് ആയിട്ട് നിരന്തരം പോകാറുണ്ട്, ഷൂട്ടിംഗ് ആണെങ്കിലും പോകാറുണ്ട്. അതിങ്ങനെ പ്രോജക്റ്റ് നമ്മൾ പക്ഷേ ഹണി ട്രാപ്പ് തന്നെയാണ്. കാരണം ഞങ്ങൾ ചേരാനൊരു പ്രൊജക്ഷനാണ് കേസ് കൊടുത്തത്. അവിടെ ഞാൻ പെരേര പോയായിരുന്നു. ആറാട്ടെണ്ണം പോയി കഴിഞ്ഞപ്പോ അഞ്ചാം പ്രതി ആക്കിയേക്കും. ആറാട്ടെണ്ണം പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരും ചെന്നു. അപ്പൊ സാറിനോട് പറഞ്ഞു, സാറ് കാര്യം അതിലൊരു പോലീസുകാരൻ പറയുണ്ടായി കറക്റ്റ് കാര്യമാണ്, ഹണി ട്രാപ്പാന്ന് തോന്നുന്നത്. കാരണം ഇവര് പലരെയും വിളിച്ചിട്ട് ഇതുപോലെ തന്നെ. ഈ പെണ്ണിനെ നിങ്ങൾക്ക് അറിയാം? ഇല്ല 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 ഇല്ല, എന്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും. ആദ്യമായിട്ട് ഇതിന്റെ രൂപം തന്നെ കാണും. സ്മാർട്ട് ബിഗ് വീഡിയോയില് ഒരു ഇത് വന്നായിരുന്നു, വീഡിയോ വന്നായിരുന്നു. പിന്നെ ഒരു ആങ്കർ ആയിട്ടുള്ള ഒരു ഇതില് ഞാൻ എവിടെ കേസ് കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ അവർ ചെയ്യുന്ന ഒരു സാധനം, ഈ ആറാട്ടറിന്റെ ലോകം എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, ഫേക്ക്. അതിനകത്ത് വന്നപ്പോഴാണ് ഇവർ രൂപം തന്നെ കാണുന്നത്. ഇത് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഇവര് ഞങ്ങളുടെ പേജിന്റെ താഴെ, എന്റെ പേജിന്റെ അഭിലാഷ് എന്ന് പറഞ്ഞ പേജിന്റെ താഴെ വന്നിട്ട് ഈ വിനീതിന്റെ പടം ഇട്ടിട്ട്, ഒന്നാം പ്രതി വിനീതിന്റെ പടം ഇട്ടിട്ട് ഇങ്ങനെ എഴുതിയാണ് ഇയാൾ പീഡിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുക, എന്റെ പേജിന്റെ താഴെ ഇരുന്നോന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു. പല കേസ് എന്റെ പേര് പറയാൻ പല രീതി മടിക്കാറുണ്ട് പണ്ടൊക്കെ. ഇപ്പൊ ഈ വിവാദം വന്നപ്പോ ലാംഗ്വേജ് എന്റെ പേര് യൂസ് ചെയ്തിട്ട് ചോദിക്കാം, അലൻ ജോസ് പെരേര എന്താ ചെയ്തിരിക്കണം, അത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം ചോദിക്കാൻ. ഇപ്പൊ എനിക്ക് വലിയ പൊസിഷൻ കിട്ടിയ ആൾക്കാർക്ക് കൈവരിക്കുന്നത്. കാരണം യൂട്യൂബ് തുറന്നത് എന്നെ കാണിക്കുന്നതുകൊണ്ട് അലൻ ജോസ് പെരേരക്ക് ഇപ്പൊ ലാലേട്ടനും മമ്മൂക്കനൊക്കെ പോലെയൊക്കെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ടി വി ചാനലല്ല, സോഷ്യൽ മീഡിയയിൽ. സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് വാല്യൂ ഉള്ളതുകൊണ്ട് എന്റെ പേര് യൂസ് ചെയ്ത് അത് പിന്നെ സ്വതസിദ്ധമായിട്ടുള്ള മൂപ്പർക്ക് ഭയങ്കര മാർക്കറ്റ് വാല്യൂ ആണ്. ഇയാളെ പേര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലർക്കും പല ഗുണങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വതസിദ്ധമായ രീതിയിൽ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അതിനപ്പുറത്ത് ഇത്തരത്തിൽ ഈ പൊട്ടം കളിച്ച് നടക്കുന്ന ഇത്തരം ആളുകളെല്ലാം ഈ സിനിമ എന്ന് പറയുന്ന മേഖലയെ, അല്ലെങ്കിൽ സീരിയൽ എന്ന് പറയുന്ന മേഖലയെ, ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന ഇത്തരം സംഗതികളെ, ഒരു നല്ല ആർട്ടിനെ ഇങ്ങനെ ലൈംഗിക വൃത്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഈ ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഉപയോഗിക്കുന്ന ഒരു ഏർപ്പാടായിട്ട് മാറുകയാണെങ്കിൽ ഇത്ര സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് അകത്തിടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ബാക്കിയൊക്കെ നിയമങ്ങളൊക്കെ തീരുമാനിക്കട്ടെ. എന്തായാലും ഇതിന് തീരുമാനം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിക്കാം. ബൈ.